കാര്യം നേരത്തെ തന്നെ DMK-യുടെ ഒരു അറിയിപ്പ് വന്നിരുന്നു. DMK-യുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണ ഉണ്ടാവില്ല അൻവർ എന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയൊക്കെ നമ്മൾ ഇളങ്കോവിന്റെ ഭാഗത്തു നിന്ന് കേട്ടിരുന്നു. അപ്പോൾ പോലും അവിടെ ഒരു സംശയമുള്ളത് PV അൻവറിന്റെ തന്നെ അഭ്യർത്ഥന പ്രകാരം DMK-യുടെ ഒരു പ്രമുഖനായ നേതാവ്, ഒരു പ്രതിനിധി ആ സമ്മേളനം ഇപ്പോൾ നടക്കാൻ പോകുന്ന മഞ്ചേരിയിൽ നടക്കാൻ പോകുന്ന ആ സമ്മേളനം വീക്ഷിക്കാൻ അവിടെ എത്തും എന്ന്, അദ്ദേഹം വേദിയിൽ ഉണ്ടാവില്ല പക്ഷേ അവിടെ എത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിട്ടുണ്ടോ? അത്തരത്തിൽ ഒരാൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഒന്ന് അനുമോദ്, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഇപ്പോഴിതാ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും DMK-യുടെ കൊടികെട്ടിയും ഷാൾ അണിഞ്ഞും അൻവറിന് പിന്തുണയുമായി മഞ്ചേരിയിലേക്ക് നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ അൻവറിന്റെ വീടിന് മുൻപിലും ഇത്തരത്തിലുള്ള DMK-യുടെ കൊടി ഉയർത്തിക്കൊണ്ടുള്ള പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളടക്കം നമ്മൾ കണ്ടതാണ്. ഈ കാര്യത്തിൽ ഇത് DMK-യുടെ കേരള ഘടകത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണോ? ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ അനുമോദ്? ഭവ്യ, നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ 10,000 വന്നിരിക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് DMK-യുടെ അറിവോടെ വന്ന ആളാണോ അല്ലയോ എന്നൊന്ന് വ്യക്തമായിട്ട് ഇവരോട് ചോദിച്ചറിയാൻ കഴിയുകയില്ല. കാരണം ഇവിടെ എത്തിയവരിൽ പലരും അൻവറിനോടുള്ള പിന്തുണ കാരണം അൻവർ DMK-യുടെ കൂടെ ചേരുന്നു എന്ന ആവേശത്തിൽ DMK-യുടെ ഷാളും മറ്റും അണിഞ്ഞു വന്നവരുണ്ട്. ഈ നമ്മളിപ്പോൾ DMK-യുടെ ആ ഷാൾ അണിഞ്ഞ 2-3 പേരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ തന്നെ നിലമ്പൂരുകാരാണ്. അവർ അൻവറിനൊപ്പം അൻവറിന് ഒരു ആഭിമുഖ്യം, അൻവറിനോട് പിന്തുണ നൽകുക എന്ന ഉദ്ദേശം കാരണം വന്നവരാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് DMK-യുടെ കേരള ഘടകത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. മറിച്ച് ഇതിൽ മറ്റൊരു സാധ്യതയുണ്ട്. PV അൻവർ ഇന്നലെ ചെന്നൈയിലെത്തി DMK-യിലെ ഓഫീസിലെത്തി പലരുമായും കൂടിക്കാഴ്ച നടത്തി. സ്വാഭാവികമായിട്ടും അവരൊക്കെ DMK-യുടെ ഭാഗമായിട്ടുള്ളവരാണ്. അങ്ങനെ അൻവർ കൂടിക്കാഴ്ച നടത്തിയ DMK-യുടെ ഭാഗമായിട്ടുള്ളവർക്ക് നീലഗിരി മേഖലയിലും അണികൾ ഉണ്ടാകാം. ആ അണികൾ സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ യോഗത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതൊരു പാർട്ടിയിലും നേരത്തെ നമ്മൾ കാണുന്നത് പോലെ ഔദ്യോഗികമായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിക്കുന്നവരും അതല്ലാതെ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും DMK-യിൽ ഇളങ്കോവിന്റെ പ്രസ്താവന അറിയാത്ത അണികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇളങ്കോവിന്റെ പ്രസ്താവന തള്ളിക്കളയുന്ന അണികളും ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അൻവറിന്റെ കൂടെ നിൽക്കുന്നത് DMK-യുടെ ഏത് ഘടകത്തിലുള്ളവരാണെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അൻവറിനോടുള്ള ആഭിമുഖ്യം കാരണം, അൻവറിന് DMK ഇന്നലെ നൽകിയ ആ ഒരു പിന്തുണ കാരണം DMK-യുടെ ഷാൾ അണിഞ്ഞും DMK-യുടെ പതാക എടുത്തും വന്നവരും ഇവിടെ ഉണ്ടാകും. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ അൻവർ തന്നെ പറഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു നിജസ്ഥിതിയിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. കാരണം ഈ DMK-യുടെ ഇളങ്കോവന്റെ പ്രസ്താവന വന്നതിന് ശേഷം അൻവറിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു സദസ്സ് കാത്തിരിക്കുന്നത് ആ അൻവറിന്റെ ആ മറുപടിക്ക് വേണ്ടി കൂടിയാണ്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് പ്രഖ്യാപനത്തിനൊപ്പം ഇനി DMK ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും DMK-യുടെ പിന്തുണ ഇല്ല എങ്കിൽ എന്തായിരിക്കും നടപടി, എന്തായിരിക്കും തുടർ ആലോചന എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് അൻവറിന്റെ ഒരു വിശദീകരണം ഈ ഒരു സദസ്സിൽ ലഭിക്കും, അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തിനാണെങ്കിലും വലിയ ആൾക്കൂട്ടം അൻവറിന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് തന്നെ ഈ ഒരു മഞ്ചേരിയിലെ 10,000 ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. കുറെ കൂടി പ്രവർത്തകർ നിലമ്പൂർ വഴിക്കടവ് മേഖലയിൽ നിന്നൊക്കെ ബസ്സുകളിൽ ഇവിടേക്ക് എത്തുന്നതായിട്ടും വിവരമുണ്ട്. എന്നാണെങ്കിലും അൻവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. നമുക്കറിയാം, നിലമ്പൂരിൽ അൻവർ എത്തിയപ്പോൾ ഉണ്ടായ ഒരു ആരവവും അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണവും ഒരുപക്ഷെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിന് അൻവർ എത്തുമ്പോൾ അതിനെല്ലാം മറികടക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്വീകരണമാകും മഞ്ചേരിയിൽ ഇവിടെ എത്തിച്ചേർന്ന അൻവറിന്റെ അണികൾ നൽകുക.